ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ട്രാവൽ വ്ളോഗൊന്നുമല്ല കേട്ടോ, ഞാനൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് എങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുവാണേ. ഇത് ഉള്ള കാര്യമാണോ സത്യമാണോ എന്ന് അറിയണ പറ്റും. അതുകൊണ്ട് ഇൻക്യുബേറ്ററൊക്കെ സെറ്റ് ചെയ്തു, ഞാൻ തെർമോസ്റ്റാറ്റൊക്കെ മേടിച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കറക്റ്റാണോ നോക്കാമേ. 37.5 ആകുമ്പോഴത്തേന് ലൈറ്റ് തന്നെ ഓഫ് ആവുകയും 37.1 ആകുമ്പോഴത്തേന് ലൈറ്റ് തനിയെ ഓണാവുകയും ചെയ്യുക. അങ്ങനെ ഈ ഇൻക്യുബേറ്ററിനകത്ത് ചൂട് എപ്പോഴും 37.5 ഡിഗ്രി സെൽഷ്യസിൽ തുടർച്ചയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മുട്ട വിരിയാനുള്ള ചൂട് എപ്പോഴും ഇൻക്യുബേറ്ററിനുള്ളിൽ കാണും കേട്ടോ. കൂടുകയില്ല, കുറയുകയില്ല, 37.5 നിൽക്കുകയും ചെയ്യും. പിന്നെ ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ തിരിച്ചിട്ടോന്ന് അറിയാൻ വേണ്ടി ഒരു അടയാളം വെച്ചിട്ടുണ്ട്. ഞാനത് കുരിശിൻ്റെ അടയാളമാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു പാത്രം വെള്ളം വെക്കണം. പിന്നെ ഫാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുകയും വേണം എപ്പോഴും കേട്ടോ. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് 40-ൻ്റെ ഫിലമെൻറ്റ് ബൾബാണ് വെച്ചേക്കുന്നത്. ഈ ഫാന് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ചൂട് മൊത്തത്തിൽ റൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫാനും വെച്ചിരിക്കുന്നത്. പിന്നെ ബൾബ് ഫ്യൂസ് ആകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും വേണം. നല്ലപോലെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഈ മുട്ടയെല്ലാം ചീഞ്ഞു പോകും കേട്ടോ. പിന്നെ കറണ്ട് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. കറണ്ട് പോയാലും ഈ മുട്ടയൊക്കെ ചീത്തയാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഇടയ്ക്ക് കുറഞ്ഞു പോകും. അത് നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് എത്ര മുട്ട വിരിയുമെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. നമുക്കതൊരു ടെസ്റ്റ് ചെയ്യാനും നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ടോർച്ചിൻ്റെ വെട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ മുട്ട അതിൻ്റെ നേരെ വെച്ചാൽ ഇത് എത്ര മുട്ട വിരിയുന്ന ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ മുട്ട വിരിയാൻ ചാൻസ് ഉള്ള മുട്ട കേട്ടോ. അതിൽ നിന്ന് അനക്കമൊക്കെ കാണുന്നുണ്ട് അകത്ത്. എന്നിട്ട് ഇതിനകത്ത് കുഞ്ഞ് 6 ദിവസത്തിന് ആയപ്പോഴത്തേക്ക് കുഞ്ഞ് ആറിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇപ്പം കാണുന്നത് ഇതിനകത്ത് വിരിയാൻ ചാൻസ് ഇല്ലാത്ത മുട്ട കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ ഒന്നും കാണുന്നില്ല, എന്തോ ഒരു ചെറിയൊരു ഇത് പാട് മാത്രമേ കാണുന്നുള്ളൂ. അത് ഈ മുട്ട വിരിയാൻ ചാൻസ് ഇല്ലാത്ത മുട്ടയെന്ന് തന്നെ കരുതാം കേട്ടോ. നമ്മളിപ്പം വെച്ച 6 മുട്ടയിൽ ഇപ്പം ഒരു മുട്ട വിരിയാൻ ചാൻസ് ഇല്ലാത്ത മുട്ടയാണ്. ഇതെന്തായാലും വിരിയത്തില്ലെന്ന് തന്നെ ഉറപ്പിക്കാം. എന്തായാലും നമുക്കിത് ഇവിടെ തന്നെ വെക്കാം, ഇപ്പോൾ എടുത്ത് മാറ്റുന്നൊന്നുമില്ല കേട്ടോ. നമുക്കിനി അടുത്ത മുട്ട ടെസ്റ്റ് ചെയ്ത് നോക്കാമേ. ഈ മുട്ടയ്ക്കകത്ത് ചെറിയ അനക്കം കാണുന്നുണ്ട്, ഞരമ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ മുട്ടയും വിരിയാൻ ചാൻസ് ഉള്ള മുട്ടയാണ്. ഇതിനകത്തും കുഞ്ഞുങ്ങളായിട്ടുണ്ട്, ചെറിയ അനക്കമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അന്നേരം ഈ മുട്ടയും വിരിയുമെന്ന് ഉറപ്പിക്കാം. 21-ാം ദിവസം രാവിലെ കണ്ടൊരു കാഴ്ച കേട്ടോ. നല്ല സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. 6 മുട്ട വെച്ചിട്ട് ഒരു മുട്ട വിരിഞ്ഞു കേട്ടോ. ഒരു കോഴിക്കുഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ബാക്കി മുട്ടയെല്ലാം ചീത്തയായിപ്പോയിരുന്നു കേട്ടോ. ഒരു മുട്ട വിരിയത്തില്ലായിരുന്നു, ബാക്കി മുട്ട 2 ദിവസം കറണ്ട് ഇവിടെ പോയായിരുന്നു കേട്ടോ. കറണ്ട് പോയപ്പോൾ നമുക്കിവിടെ ഇത് ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യാതെ വന്നുകൊണ്ടാണ് ബാക്കി മുട്ട എല്ലാം പോയത് കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടിയ കുഞ്ഞ് നല്ല സ്ട്രോങ് കുഞ്ഞായിരുന്നു. അതിന് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്വന്തമായി മുട്ട പൊട്ടി വിരിഞ്ഞു വരുമായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ 2 ദിവസം കൂടെ ഞാൻ ആ മുട്ട വെച്ചു കേട്ടോ, വിരിയുമെന്നറിയാം. എന്നിട്ടും ബാക്കിയുള്ള മുട്ടയൊന്നും വിരിഞ്ഞില്ല കേട്ടോ. അതെല്ലാം ചീത്തയായി പോവുകയായത് കേട്ടോ. നമുക്ക് കിട്ടിയത് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് പുറത്ത് വന്നൊരു കുഞ്ഞിനെ കേട്ടോ. ഇതിനെ ആദ്യമായിട്ട് പുറത്തിറക്കിയാണ് എന്നെ. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ കുഞ്ഞിനെ ഇനി നമുക്ക് ബ്രോഡറിലേക്ക് മാറ്റണം. നമ്മൾ ബ്രോഡറിലേക്ക് മാറ്റാൻ ഞാനൊരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് ആണ് ഇതുപോലെ വെച്ചിരുന്നത് കേട്ടോ. ഇതിപ്പോൾ 1-2 ദിവസമായി. തീറ്റയും വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഇതിനകത്ത് നിന്ന് ഞങ്ങൾ വെള്ളം പുറത്തുനിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഓടി വന്ന് വെള്ളം കുടിക്കും കേട്ടോ. തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങി. ഇപ്പം ഏകദേശം 5-8 ദിവസമായി, 6 ദിവസമായി നമ്മൾ ഈ ബ്രോഡറിൽ തന്നെ വെക്കാൻ തുടങ്ങട്ടെ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇത് വളരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ, എങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞിന്. രാത്രി എല്ലാ ദിവസവും ലൈറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പം കുഞ്ഞിന് 8 ദിവസം പ്രായമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഭയങ്കര ഓട്ടമൊക്കെ കേട്ടോ. ഇതിപ്പം ഇപ്പം പുറത്തിറക്കി വെച്ചേക്ക് ഇപ്പം നല്ലപോലെ ഓടുകയും കളിക്കുകയൊക്കെ വന്നു. കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. ഇപ്പോൾ തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങി, വെള്ളം നല്ലപോലെ കുടിക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഡ്രിങ്കർ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ ഇതിന്. ഈ പുറത്തിറക്കി എത്തിയപ്പോൾ ഇത് ഓടുന്നതിനാ വെച്ചാൽ ഈ ടിങ്കുൻ്റെ കുര കേട്ടിട്ടാണ്. അവനിതിനെ കണ്ട് ഭയങ്കര കുരയാണ്. ഈ ഈ കോഴിയാണെ ജീവനും കൊണ്ട് ഓടും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. പാവം കേട്ടോ, കുഞ്ഞു കോഴി ഭയങ്കര ഓട്ടമാണ് ഈ മിറ്റിൻ്റെ പുറത്ത് കേട്ടോ. ഇതിപ്പം 8 ദിവസം പ്രായമായ കുഞ്ഞാണിത്. കണ്ടോ, ചെറിയ ചിറകൊക്കെ മുളച്ച് വരുന്നുണ്ട്, ചെറിയ തുത്തും ചിറകൊക്കെ ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഓട്ടമായി. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു 29-30 ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം കേട്ടോ, ഈ ഇരിക്കുന്ന ഈ കോഴിക്കുഞ്ഞ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.